ഓർമ്മിക്കാൻ ഒരുപാടുണ്ട് ഈ ഉമ്മയ്ക്ക്. ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനാവുന്നില്ല എന്ന വേദനയും. കയ്യടികൾ സമം ചേർത്ത ഒരുപാട് അരങ്ങുകൾ. ദീപ്തമായ ഒരു കാലത്തിന്റെ മറുപാതിയിൽ ജീവിതം കൈവിട്ടുപോയ ഒരു കലാകാരി. ഐഷാത്ത ദിവസം ഒരു 3 പ്രോഗ്രാം 2 പ്രോഗ്രാം മിനിമം 2 പ്രോഗ്രാമെങ്കിലും ഉണ്ടാവും. സീസൺ സമയത്ത് മാത്രമല്ല, മഴ സമയത്തും ഐഷാത്തയ്ക്ക് പ്രോഗ്രാമാണ്. അപ്പൊ നാട്ടുകാർ ചോദിക്കും, ഐഷാത്തയുടെ ഭർത്താവിനോട് ചോദിക്കും, മഴക്കാലത്ത് നിങ്ങളെ വണ്ടി ഇങ്ങനെ ബോർഡും വെച്ചുകൊണ്ട് പോകുന്നത്, അതിനൊരു റെസ്റ്റ് ഇല്ലേ എന്ന് തമാശക്കൊക്കെ ചോദിക്കുമായിരുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. എന്റെ ഓർമ്മയിൽ ഐഷാത്തയുടെ പാട്ടുകൾ വളരെ പ്രശസ്ത, ഞാൻ വരെ പാടിക്കൊണ്ട് നടന്നിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ, ഇറയവൻ കുതിരത്താൽ കനവും കണ്ടേ. ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ, ഇറയവൻ കുതിരത്താൽ കനവ് കണ്ടേ. മരുഭൂവിൽ വളർന്നൊരു തൻ പ്രിയ പുത്രൻ മണിയായ ഇസ്മായിലിന് ബലി നൽകാൻ മനതാരിൽ അരുളിയ കഥയത് ചൊല്ലാൻ മനം ഞെട്ടിയുണർന്നീടൈ നബിയുമന്നേ മനവിയാം ഹാജറായോടുരത്ത്. ഈ പാട്ടൊക്കെ ഭയങ്കര പ്രശസ്തമായിരുന്നു. ആ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് അവരുടെ ഐഷാത്തയുടെ പ്രശസ്തി കൊണ്ട് മാത്രമാണ് അവര് റെക്കോർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ സമീപിക്കുകയായിരുന്നു. എൻ്റെ അറിവിൽ ആദ്യമായിട്ട് മുസ്ലിം പാട്ടിന്റെ ഒരു സ്ത്രീയുടെ ഗായികയുടെ റെക്കോർഡ് ഇറങ്ങുന്ന ഐഷാത്തയുടെ HMV. പേരും പ്രശസ്തിയും വാനോളം ഉയർത്തപ്പെട്ടിരുന്നുവെങ്കിലും മിച്ച ജീവിതം ദാരിദ്ര്യം തന്നെയായിരുന്നു. ചെറുബാല്യത്തിൽ തുടങ്ങിയ കലാജീവിതം ചരിത്രത്തോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെടാൻ വളർന്നുവെങ്കിലും സാമ്പത്തിക ചുറ്റുവട്ടം ഉറപ്പിക്കാൻ തക്കവണ്ണം വളർന്നില്ല. നീണ്ടകാല കലാജീവിതത്തിന്റെ ശേഷിപ്പ് രോഗപീഠയിൽ വലയുന്ന ഈ ശരീരം മാത്രമാണ്. സാമ്പത്തികമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. അന്ന് കിട്ടുന്ന വളരെ തുച്ഛമായ തുകയ്ക്കാണല്ലോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെയൊന്നും സമ്പാദിച്ചിട്ടില്ല ഐഷാത്ത. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മദ്രാസിലേക്ക് പോകുന്ന വഴിക്കാണ് കാർ ആക്സിഡന്റ് ആവുന്നത്. ആ ആക്സിഡന്റിൽ ഐഷാത്തയ്ക്ക് നല്ല പരിക്ക് പറ്റി, കാലിലൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടെ പാടിക്കൊണ്ടിരുന്ന ആ കുട്ടിക്ക് അസുഖം ഉണ്ടായി. നല്ലൊരു അപകടമായിരുന്നു അത്. ഭർത്താവിന്റെ അനിയൻ ആ അപകടത്തിൽ മരിച്ചുപോയി. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മ വന്ന സമയത്താണ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മരിപ്പിന്റെ സമയത്ത് ഐഷാത്ത കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ 4-5 പേര് പിടിച്ചുകൊണ്ട് വന്ന് ഈ അനിയന്റെ മരിപ്പ് കാണാൻ കൊണ്ടുവന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്.